ഏതായാലും ഏറെ നിർണായകമായ കേസായിരുന്നു. നമുക്കറിയാം, കേരളം വലുതായി ചർച്ച ചെയ്ത കേസ്. അതിനിടയ്ക്കുണ്ടായ സംഭവവികാസങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ദിലീപ് എന്ന നടൻ, സൂപ്പർ സ്റ്റാർ ആയിരുന്ന, ജനപ്രിയ നായകനായിരുന്ന ദിലീപ് വളരെ പെട്ടെന്ന് ഈ കേസിന് ചിത്രത്തിലേക്ക് കടന്നു വരികയാണ്. അത് നേരെ ഇന്ന് അടിച്ചെന്ന് കയറുന്നത് നടൻ ലാലിൻ്റെ വീട്ടിലാണ്. നടനും സംവിധായകനുമായ ലാലിൻ്റെ വീട്ടിലാണ് ഈ പീഡനത്തിന് ശേഷം. അതിനുശേഷം ലാല് വളരെ പെട്ടെന്ന് അന്നത്തെ MLA ആയ PT തോമസിന് വിവരം അറിയിക്കുന്നു. PT തോമസ് ഈ വിഷയത്തിൽ അതിശക്തമായി ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് ഈ കേസിൻ്റെ ഓരോ നാൾ വഴികളിലും വലിയ വ്യത്യാസം ഉണ്ടാക്കിയത് എന്നത് പിന്നീട് വലിയ ചർച്ചയായ സംഭവവികാസമാണ്. അന്ന് ലാലിൻ്റെ ആ ഒരു വിളിയില്ലായിരുന്നുവെങ്കിൽ, PT തോമസ് എന്ന വലിയ മനുഷ്യരില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് മാഞ്ഞു പോയേനെ, അങ്ങനൊരു കേസേ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പിന്നീട് വിലയിരുത്തപ്പെടുകയുണ്ടായി. ഏതായാലും ദിലീപ് എങ്ങനെയാണ് ചിത്രത്തിലേക്ക് വന്നത് എന്ന് നവമി ദിനേശ് വിശദീകരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ ഒരു ഘട്ടത്തിൽ പോലും ദിലീപ് സംശയനിഴലിലായിരുന്നില്ല. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് താരസംഘടനയായ അമ്മ സംഘടിപ്പിച്ച പരിപാടിയിലും ദിലീപ് പങ്കെടുത്തിരുന്നു. വേദിയിൽ നടി മഞ്ജു വാര്യർ നടത്തിയ പരാമർശം ഏറെ വിവാദമായി. ഇതിനു പിന്നിൽ നടന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. ഫെബ്രുവരി 23-ന് ആലുവ ജുഡീഷ്യൽ കോടതിയിൽ കീഴടങ്ങാനെത്തിയ ഒന്നാം പ്രതി പൾസർ സുനിയെയും കൂട്ടാളി വിജേഷിനെയും പോലീസ് അതിനാടകീയമായി കീഴടക്കി. പൾസർ സുനിയുടെ മൊഴിമാറ്റങ്ങൾ കേസിൽ നിർണായകമായി. പണത്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ആദ്യം പറഞ്ഞ സുനി ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മാറ്റി പറഞ്ഞു. അതിനിടെ പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു, സംവിധായകൻ നാദിർഷയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും ഫോണിൽ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്ന് നടൻ ദിലീപ് DGPക്ക് പരാതി നൽകി. എന്നാൽ സുനിൽ ജയിലിൽ നിന്നും മറ്റൊരാളുടെ സഹായത്തോടെ ദിലീപിന് എഴുതിയ കത്ത് പുറത്തു വന്നതോടെ നടൻ സംശയനിഴലിലായി. ദിലീപ് ആവശ്യപ്പെട്ടിട്ടാണ് നടിയെ ആക്രമിച്ചതെന്നും ദൃശ്യങ്ങൾ പകർത്തിയതെന്നും കത്തിലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ ദിലീപ് 1 കോടി രൂപ വാഗ്ദാനം നൽകി. പൈസ കിട്ടാത്തതുകൊണ്ടാണ് കത്തെഴുതുന്നതെന്നും ഉടൻ പണം നൽകണമെന്നും അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് അന്വേഷണ സംഘം ദിലീപ്, നാദിർഷ, അപ്പുണ്ണി എന്നിവരെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി 13 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സുനിയുടെ സഹതടവുകാരൻ ജിൻസന്റെ മൊഴിയാണ് കേസിൽ പിന്നീട് വഴിത്തിരിവുണ്ടാക്കിയത്. പൾസർ സുനി ജയിലിൽ നിന്നും നാദിർഷയെയും അപ്പുണ്ണിയെയും വിളിച്ച് പണം ആവശ്യപ്പെട്ടതായും വെളിപ്പെടുത്തി. ജൂലൈ 1-ന് ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവന്റെ കൊച്ചിയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി. നടിയെ ആക്രമിച്ച ശേഷം പൾസർ സുനിയും കൂട്ടാളികളും ഈ സ്ഥാപനത്തിൽ എത്തിയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ദിലീപിന്റെ ചിത്രമായ ജോർജേട്ടൻ സ്ഫൂരത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സുനി എത്തിയ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ ദിലീപിനെതിരായ കുരുക്കുമുറുകി. ജയിലിൽ ഒളിച്ചുകടത്തിയ ഫോണിലൂടെയും ജയിലിലെ ലാൻഡ് ഫോണിലൂടെയും പൾസർ സുനി നാദിർഷയെയും അപ്പുണ്ണിയെയും വിളിച്ചതിന്റെയും ഇരുവരും തിരികെ വിളിച്ചതിന്റെയും തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അങ്ങനെ തെളിവുകളെല്ലാം കൂട്ടിയിണക്കി മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ജൂലൈ 10-ന് ഗൂഢാലോചന കുറ്റം ചുമത്തി ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. കേരളം കഴിഞ്ഞ 8-10 ദിവസമായി ചർച്ച ചെയ്യുന്ന വലിയ ഒരു സംഭവമാണ് ബലാത്സംഗ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒളിവ്. ഇപ്പോൾ 11-ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുകയാണ്. ആദ്യം ഈ കേസിൻ്റെ ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു. 15-ാം തീയതി വരെ അറസ്റ്റ്, മുൻകൂർ ജാമ്യമല്ല, 15-ാം തീയതി വരെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. രണ്ടാമത്തെ കേസിൽ അറസ്റ്റിന് തടസ്സമില്ല. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. പരാതിക്കാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം സജീവമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ